നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടം ജൂൺ 1-ാം തീയതി നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പോകുന്നത് ഉത്തർപ്രദേശിലേക്ക് തന്നെയാണ്. കാരണം മോദിയുടെ വാരണാസിയും യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂറും ഉൾപ്പെടെ 13 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ ഈ ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. 7ാം ഘട്ടം NDAയുടെ സഖ്യകക്ഷിയായ അപ്നാദളിനും അതിനോടൊപ്പം തന്നെ ചില OBC നേതാക്കൾക്കും ഏറെ നിർണായകമായിരിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മഹാരാജ്ഗഞ്ച്, ഗോരഖ്പൂർ, ഖുഷിനഗർ, ഡിയോറിയ, ബൻസ്ഗാവ്, ഖോസി, സലേംപൂർ, ബല്ലിയ, ഗാസിപൂർ, ചന്ദൌലി, വാരണാസി, മിർസാപൂർ, റോബർട്ട്സ്ഗഞ്ച് എന്നിവയാണ് 7ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശ് വിധി എഴുതുന്ന 13 ലോക്സഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ഈ 13 സീറ്റുകളിൽ 11 എണ്ണവും സ്വന്തമാക്കിയത് NDA തന്നെയായിരുന്നു. ഇനി നേതാക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഘട്ടത്തിൽ അനുപ്രിയ പട്ടേൽ, അതിനോടൊപ്പം ഓം പ്രകാശ് രാജ്ഭർ, സഞ്ജയ് നിഷാദ്, ദാരാ സിംഗ് ചൗഹാൻ, സ്വാമി പ്രസാദ് മൗര്യ തുടങ്ങിയ നേതാക്കൾ ഇവരുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്തായിരിക്കും എന്നുകൂടി തീരുമാനിക്കുന്ന ഒരു ഘട്ടമാണ് ഈ 7ാം ഘട്ടം. 2019 നഷ്ടപ്പെട്ട 2 സീറ്റുകൾ തിരിച്ചു പിടിക്കുകയും മറ്റുള്ളവ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ BJPക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള വലിയ തത്രപ്പാടിലുമാണ്. ഈ വാരണാസി പരമ്പരാഗതമായി BJPയുടെ ശക്തി കേന്ദ്രമാണ് എന്ന് നമുക്കറിയാം. 2000-ന് ശേഷം 2004 മാത്രമാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ഏറെ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ 967 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ സ്വന്തം സീറ്റായിരുന്നു. യോഗി ആദിത്യനാഥിന്റെ ശക്തി കേന്ദ്രമായ ഗോരഖ്പൂർ, അവിടെയും BJPക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ഗോരഖ്പൂരിൽ യോഗിക്ക് മുൻപ് മഹാസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് കൂടിയായ മഹന്ത് വൈദ്യനാഥ് ആയിരുന്നു 3 തവണ ആ സീറ്റ് നിലനിർത്തിയിരുന്നത്. എന്തായാലും ഗോരഖ്പൂരിൽ BJPക്ക് വലിയ ആശങ്കകളൊന്നുമില്ല. കാരണം അവിടെ യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനങ്ങളോടുള്ള ഒരു അനുകൂല തരംഗം അല്ലെങ്കിൽ ഒരു യോഗി തരംഗം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിർസാപൂരിലും റോബർട്ട്സ്ഗഞ്ചിലും അപ്നാദളായിരുന്നു വിജയിച്ചു കയറിയത്. ഇത് നിലനിർത്തുക എന്നുള്ളത് അപ്നാദളിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണ്. എന്തായാലും UPയിലെ ഈ 13 സീറ്റുകൾ, 7ാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്ന 13 സീറ്റുകൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം പോലും മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.